വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല വെയിലൊക്കെ തന്നെയാണ്, നല്ല ചൂടൊക്കെ തന്നെ. ഇന്നലെ ഞാനൊരു മുട്ട ബുൾസൈ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. നല്ല ചൂടാണ് ഇവിടെ. ചെരുപ്പൊക്കെ പുറത്തൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാല് പൊള്ളും, അങ്ങനെ അത്രയും ചൂടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ മരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ വല്ലോടെയും? നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കും, ഈ കുഞ്ഞി കുഞ്ഞി ഇലയായിട്ടുള്ള ഇതുമേൽ ചെറിയ ചെറിയ പൂക്കളുണ്ടാവും, വെള്ള കളറിൽ. അതോടൊപ്പം തന്നെ ഉരുണ്ട ചെറിയ ചെറിയ കായകളും കാണാം. ഈ കായകൾ നമ്മൾ കഴിക്കും. വേണ്ട, പേരെനിക്കറിയില്ല സത്യത്തിൽ കേട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിക്കരുത്. ഇപ്പം ഞാൻ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലിപ്പോഴാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞാനിതെടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്ഥലത്ത് വരെ പോയതാണ്. അപ്പം ഇങ്ങനെ കുറേ കായകളിങ്ങനെ പൊട്ടിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ കഴിച്ചിങ്ങനെ കറങ്ങിയടിച്ച് നടക്കാൻ. നല്ല മധുരമുണ്ട്. പക്ഷേ ഇത് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതേപോലെ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതല്ല, വേറൊരു ടേസ്റ്റാണ് അതിൻ്റെ. ഞാനതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് പേരറിയില്ല. ഈ ഫ്രൂട്ട്സ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവുമായിരിക്കും. പിന്നെ ഞാൻ അടുത്തത് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇത് എനിക്കറിയാം. ഓക്കെ, ഇതിന് നല്ല മണമുള്ള പൂവാണ്. ഇത് പണ്ട് നമ്മൾ തലയിൽ ചൂടി നടന്നിരുന്നു. 2-3 ദിവസത്തിന് ആ പൂക്കളുടെ മണം നമ്മളെ മുടിയിൽ തങ്ങി നിൽക്കും. ഇതിനെക്കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ മനസ്സിലായ എന്താണ്? ഇതാണ് എലിഞ്ഞി. എലിഞ്ഞി പണ്ടത്തെ എലിഞ്ഞി അല്ല കേട്ടോ, ഇത് ഹൈബ്രിഡ് തൈക്കള. വേഗം തന്നെ പൂടും കായിടും. ആ കായ കണ്ടോ, നല്ല ഉരുണ്ട് നല്ല ചുവപ്പ് കളറിലുള്ള കായകളാണ്. കണ്ട പൂക്കൾ കണ്ട അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കണ്ട, ഇതാണ് കായ കണ്ട. ഇതും നമ്മളിങ്ങനെ കഴിക്കും. ഇതിനൊരു ചവർപ്പാണ്, എന്നാലും നമ്മളത് കഴിക്കും. അതിനൊക്കെ പോഷക ഗുണങ്ങളുണ്ടെന്നല്ലേ പറയണത്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജാറെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലിയാണ് കേട്ടോ, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നാളികേരം കൂടെ ചേർക്കണം. ഒരു 2.5 കപ്പ് നാളികേരം ചേർക്കാം കേട്ടോ. എന്നിട്ട് അരയ്ക്കാം. നമ്മൾ മുളക് പൊടികൾ എല്ലാതും നാളികേരം കൂട്ടി അരയ്ക്കുമ്പോൾ നന്നായിട്ട് നാളികേരം അരഞ്ഞു കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ചെമ്മീനാണ് കേട്ടോ ഞാനിന്ന് കറി വെക്കാൻ പോണത്. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ തലയോടുകൂടി നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടും. അപ്പോൾ നാളികേരം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, അതിനാവശ്യമുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പണ്ടൊക്കെ അമ്മീമേൽ വടി അരയ്ക്കാമെന്നറിയില്ലേ, അതേപോലെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാം. കുറച്ച് ചുവന്നുള്ളിയും കൊണ്ട് നല്ലൊരു മണം കിട്ടും, ചുവന്നുള്ളിയും കൂടി ഇട്ടാൽ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. നേരത്തെ ഇട്ടു കേട്ടോ. ഇനി ചെമ്മീൻ കണ്ട, ചെമ്മീൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങ, അന്ന് ചെനച്ചതല്ല കേട്ടോ, ഒരു വിധം പാകമായ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട്, നാടൻ കറി തന്നെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ മൺചട്ടിയല്ലേ അതിന് നല്ലത്, അപ്പോഴും നാടൻ കറി വെക്കാൻ നല്ലത് മൺചട്ടിയാണ്. പിന്നെ ഇഞ്ചി പച്ചമുളക് അത് മസ്റ്റാണ്, അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും വരിക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നമ്മൾ പിന്നെ ഇനി കാച്ചി ഒഴിക്കുമ്പോഴാണ് കറിവേപ്പില ചേർക്കുക കേട്ടോ. വെള്ളം നമ്മൾ കുറേ വെള്ളം വെക്കരുത് കേട്ടോ. ഇത് വേവാനുള്ള വെള്ളം കണ്ട, കുറുതായ രീതിയിലാണ് നമ്മളിത് വെക്കുന്നത് കണ്ടോ. ഇതേപോലെ ഇളക്കി ഒന്നൊന്ന് എല്ലാ ഭാഗത്തേക്കും എല്ലാതുമായി കാണുമ്പോൾ നമുക്കിത് അടുപ്പിൽ വയ്ക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് വറ്റി അതിൻ്റെ കുത്തുമണം മൊത്തം പോകണം. അതിന് ശേഷം ഒരു 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക, തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു തിളവരുണ്ടോ, അപ്പോൾ അത് തിക്കായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കുറച്ച് തിക്കല്ല എന്നുള്ളത് തോന്നുന്നില്ല. അല്ല, കറക്റ്റാണത് കണ്ടോ. നല്ല ചെമ്മീൻ്റെ തലയും ഒക്കെ കൂടിയായിട്ട് നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ടാവും. തല ഉപയോഗിക്കണമെന്നില്ല, പക്ഷെ അതിങ്ങനെ തിളച്ച് അതിലേക്ക് കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ മണം തന്നെ നല്ല ടേസ്റ്റ്. നമ്മൾ ചെമ്മീൻ്റെ തലയില്ലാണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ അത്ര ഫ്ലേവർ കിട്ടില്ല കേട്ടോ. ഇനി നമുക്കതൊന്ന് കാച്ചി ഒഴിക്കാം. കുറച്ച് ചുവന്നുള്ളിയോ അതല്ലെന്നുണ്ടെങ്കിൽ സവോളയോ അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചൊഴിക്കാം.
പലയിടത്തും പല രീതിയാണ്. ചിലവർ കടുക് കാച്ചി ഒഴിക്കും. അപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് കാച്ചി ഒഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഉള്ളി മൂപ്പിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. നേരത്തെ നമ്മൾ അങ്ങനെ ഇല ഇങ്ങനെ ഊർന്നിട്ട് ഇട്ടത്, ഇപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാൻ നല്ലത്. അതല്ല ഇങ്ങനെ നിറയെ ഇലകളാകുമ്പോൾ നമുക്ക് കറി കഴിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ ഇല തടഞ്ഞിട്ട്. അത് നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ഇപ്പോൾ ചോറിൻ്റെ കൂടെയായാലും എന്തിൻ്റെ കൂടെയായാലും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നമ്മളെ ചൂടുകാലം അവസാനിക്കുന്നില്ല കേട്ടോ, നല്ല പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുണ്ടായിരുന്നു. ആ ബോറൊന്നും കൂടെ താത്തി വെള്ളം എടുത്തു. അങ്ങനെ ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല, പക്ഷെ ചൂട് കഠിനമാണ്. അപ്പം മരങ്ങൾക്കൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിന്ന് ഇപ്പോൾ കുറച്ച് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തെങ്ങുകളൊക്കെ ഇങ്ങനെ വാടി വാടി നിൽക്കുക, കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഇല പൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാണ് സ്ഥിതി. അതായത് കൃഷി ചെയ്യുന്ന വാഴ കൃഷിയൊക്കെ ചെയ്യുന്നവരുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ്. അപ്പോൾ അത് എല്ലാം നശിച്ചമാതിരി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സീസൺ അനുസരിച്ച് ചെയ്യുന്ന കൃഷിക്കാരാണ് അധികം. അപ്പോൾ ഇപ്പോൾ വിഷു കഴിഞ്ഞാൽ ഒരു വിത്തിറക്കിയിട്ടുണ്ട്, അതെല്ലായിടത്തും കാണാം. അതൊക്കെ ഞാൻ പിന്നീട് ആ കൃഷിയൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഒക്കെ കാണാം. ഓക്കെ, ബൈ.